എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീദേവി. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ചുവന്ന ചീര കൊണ്ടുള്ള 4 ഐറ്റംസാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് ചുവന്ന ചീര കൊണ്ടുള്ള ദോശയാണ്. അതിനാവശ്യമുള്ള സാധനങ്ങൾ: ഇത് സാധാരണ ദോശമാവാണ്. 1 കപ്പ് ചുവന്ന ചീര കഴുകി അരിഞ്ഞ് വെച്ചിട്ടുള്ളതാണ്. കുറച്ച് നല്ല ജീരകം, 1 കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, കുറച്ച് മല്ലിയില, ഉപ്പ്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുക ചെയ്യണത്. ആദ്യം ചുവന്ന ചീരയും ഈ സാധനങ്ങൾ അരച്ചെടുക്കാം. മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് ചുവന്ന ചീര, അതിലേക്ക് 1 സ്പൂൺ ജീരകം, 1 കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, കുറച്ച് മല്ലിയില, 1 നുള്ളു ഉപ്പ്. ആ മിക്സ് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് സാധാരണ ദോശമാവാണ്, അത് മാറ്റാതിലേക്ക്. ഇത് നന്നായി മിക്സ് ചെയ്യണം. നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ദോശപ്പാൻ വെച്ചിട്ട് ദോശ ചുട്ടെടുക്കാം. ഇതിന് മുകളിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചെറിയ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നെയ്യോ ബട്ടർ എന്തെങ്കിലും മിക്സ് ചെയ്ത് കൊടുക്കാം. ദോശ വെന്തുണ്ട്. അടുത്തത് ഇതുപോലെ ഒഴിക്കാം. നമ്മുടെ ചീരദോശ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഏത് ചട്നിയും കഴിക്കാം. ഞാൻ ഉണ്ടാക്കിയത് നാളികേര ചട്നിയാണ്. അടുത്തായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചീര കൊണ്ടുള്ളൊരു വടയാണ്. അതിനാവശ്യമുള്ള സാധനങ്ങൾ: ഇത് 2 മണിക്കൂർ കുതിർത്തി വെച്ചിട്ടുള്ള സാധാരണ വടപ്പരിപ്പാണ്. അത് കഴുകി വെച്ചിട്ടുള്ളതാണ്. വെള്ളവും മാറ്റി വെച്ചിട്ടുണ്ട്. 1 കപ്പ് ചീര, ഒരു ചെറിയ സബോളയാണ് പൊടിയായി അരിഞ്ഞത്. ഇതിലൊരു കഷ്ണം ഇഞ്ചി, 3 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, 2 ഉണക്കമുളകുണ്ട്, കുറച്ച് പെരിഞ്ജീരകം. ഇതിൽ പെരിഞ്ജീരകമാണ് ചേർക്കുന്നത്. കായപ്പൊടി, ഉപ്പ്. ആദ്യം മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വറ്റൽമുളക് ഇടാം. ഇതിൽ പെരിഞ്ജീരകം ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം. ഇതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കടലപ്പരിപ്പിടാം. കുറച്ച് ഉപ്പിടണം. കടലപ്പരിപ്പ് അധികം അറിയാൻ പാടില്ല, കുറച്ച് തരിതരിപ്പ് വേണം. ഇപ്പം അരച്ചെടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അതിലേക്ക് 1 കപ്പ് ചീര ഇടാം. ചെറിയ സവോള അരിഞ്ഞത് പൊടിയായിട്ടാണ് അരിഞ്ഞേക്കണത്. കുറച്ച് കായപ്പൊടി ഇടാം. ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കണം. ഉരുട്ടിയെടുക്കാം. സാധാരണ ഉരുളയാക്കിയിട്ട് വടക്ക് ചീനോളം ചെയ്യാം. ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇതൊന്ന് കയ്യിൽ വെച്ച് പ്രസ് ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം. സ്റ്റവ് ഓണാക്കാം. പാൻ ചൂടായി വരുമ്പോൾ ഓയിൽ ഒഴിക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ ഓരോന്ന് ഇതിലിട്ട് വറുത്ത് കോരാം. ഓരോന്നിട്ട് കൊടുക്കാം. ഒരു സൈഡ് ആയിട്ടുണ്ട്, മറിച്ചിടാം. 2 സൈഡ് നന്നായി വെന്തുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചീരവട ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇത് നല്ല ടേസ്റ്റാണ്. ചൂട് കട്ടൻ കാപ്പിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചീര കൊണ്ടുള്ള ഒരു പക്കവടയാണ്. അതിനാവശ്യമുള്ള സാധനങ്ങൾ: വെളിച്ചെണ്ണ, 1 കപ്പ് കടലമാവ്, 1 കപ്പ് ചീര, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കായപ്പൊടി, 1 നുള്ളു പെരിഞ്ജീരകം, ഉപ്പ്. ഇത് ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണ്. 1 സബോള, പച്ചമുളക് 2 എണ്ണം, കറിവേപ്പില. അത് അരിഞ്ഞ് വെച്ചിട്ടുള്ളതാണ്. എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യം 1 കപ്പ് കടലമാവ് പാത്രത്തേക്ക് മാറ്റുക. അതിലേക്ക് 1 കപ്പ് ചീര, 1 ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്ത് വെച്ചത്, 1 സബോള അരിഞ്ഞത്, 2 പച്ചമുളക്, കറിവേപ്പില. അതിലേക്ക് 1 നുള്ളു പെരിഞ്ജീരകം, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കായപ്പൊടി. ഇതെല്ലാം വെള്ളം ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്യണം. സ്റ്റവ് ഓണാക്കാം. പാനൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ സ്പൂണിലാക്കിയിട്ടിത് കോരിടാം. പക്കവട റെഡി ആയിട്ടുണ്ട്. പാത്രത്തിലേക്ക് മാറ്റാം. അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചീര സൂപ്പാണ്. അതിന് വേണ്ട സാധനങ്ങൾ: 2 കപ്പ് ചീര, ഉപ്പ്, 1 തക്കാളി, കുറച്ച് മല്ലിയില,
ഒരു ചെറിയ 2 കഷ്ണം ഇഞ്ചി, ചെറിയ കഷ്ണമാണ്, ഒരു 3-4 അല്ലി വെളുത്തുള്ളി, ബട്ടർ, കുരുമുളക്. ഞാൻ ഉണ്ടാക്കണേ നോക്കാം. സ്റ്റവ് ഓൺ ആക്കാം. അതിലേക്ക് ചീര ഇടാം. നമ്മളിത് വേവിക്കുകയാണ് ചെയ്യണത്. ഇത് ചെറിയ കഷ്ണം ഇഞ്ചിയാണ്, ഒരു 3-4 അല്ലി വെളുത്തുള്ളി ഉണ്ട്, അത് ചെറിയ വെളുത്തുള്ളിയാണ്. അതിലേക്ക് കുരുമുളക്, കുറച്ച് ഉപ്പ്, ഒരു തക്കാളി. ഇത് നമ്മൾ വെള്ളം ഒഴിച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത്. അടച്ച് വെച്ച് വേവിക്കാം. ചീര വെന്തോ നോക്കാം. ഇത് നമുക്കൊന്ന് ആറിച്ചിട്ട് അരച്ചെടുക്കാം. സ്റ്റവ് ഓൺ ആക്കാം. അതിലേക്ക് ഒരു പീസ് ബട്ടർ ഇടാം. ബട്ടർ മെൽറ്റായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ചീര നന്നായി മിക്സ് ചെയ്ത് കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്യാം. തള വന്നിട്ടുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്യാം. ഇതൊരു പാത്രത്തേക്ക് മാറ്റാം. ചീര സൂപ്പ് പാത്രത്തേക്ക് മാറ്റിയിട്ട് ഒരു പീസ് ബട്ടർ ഇട്ടിട്ടുണ്ട്. കുറച്ച് മല്ലിയില ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. ഇത് വളരെ ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.